ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ 10th മെയിൻസിൻ്റെ ഹോട്ട് ടോപ്പിക്സുകളാണ് ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത്. ഫസ്റ്റ് ടോപ്പിക് ഹരിത വിപ്ലവം. ഹരിത വിപ്ലവം ഒരുപാട് തവണ PSC ആവർത്തിച്ചതാണ്. അപ്പോൾ അതിലൊരു PYQ എടുത്ത് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം വിട്ടുപോകല്ലേ. നമുക്ക് നോക്കാം ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും. 2023 ഒരു LDC ക്വസ്റ്റ്യനാണിത്. താഴെ തന്നിട്ടുള്ളവയിൽ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തതാണ് ഓപ്ഷൻസ്: ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിച്ചു, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു, ഭക്ഷ്യധാന്യങ്ങൾ കരുതൽ ശേഖരമായി സംരക്ഷിക്കാൻ സാധിച്ചു. ഭക്ഷ്യധാന്യങ്ങൾ കരുതൽ ശേഖരമായി സംരക്ഷിക്കാൻ സാധിച്ചു. 4 ഓപ്ഷൻസ്. ഇതിൽ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. SCERT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു എന്നുള്ളതാണ്. ഇനി നമുക്ക് ഹരിത വിപ്ലവത്തെക്കുറിച്ച് നോക്കാം. 1940 മുതൽ 1970 വരെ കാർഷിക മേഖലയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാൻ ആഗോളതലത്തിൽ നടപ്പിലാക്കിയ ഗവേഷണം, വികസനം, സാങ്കേതിക വിദ്യ എന്നിവയുടെ കൈമാറ്റം, അതിനെയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. 1940 മുതൽ 1970 വരെ കാർഷിക മേഖലയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ആഗോളതലത്തിൽ നടപ്പിലാക്കിയ ഗവേഷണങ്ങൾ, വികസനങ്ങൾ, സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, അവയുടെ വർധനവ്, അതിനെയൊക്കെയാണ് ഹരിത വിപ്ലവം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നോർമൻ ബോർലോഗിനെ കുറിച്ച് നോക്കാം. നോർമൻ ബോർലോഗ് അമേരിക്കക്കാരനാണ്. അദ്ദേഹം 1914 ജനിക്കുന്നത്. പിന്നെ മെക്സിക്കോയിലാണ്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗവേഷണങ്ങളൊക്കെ അദ്ദേഹം നടത്തി. മെക്സിക്കോയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് നോർമൻ ബോർലോഗാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങളെല്ലാം സമ്പൂർണ്ണ വിജയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ പിതാവ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നു. ഇനി അദ്ദേഹം മരണപ്പെട്ടത് 2009 സെപ്റ്റംബർ 12-നാണ്. 2009 സെപ്റ്റംബർ 12-നാണ് നോർമൻ ബോർലോഗ് അന്തരിക്കുന്നത്. നോർമൻ ബോർലോഗ് കണ്ടെത്തിയ ഗോതമ്പിനങ്ങൾ ഏതൊക്കെയാണ്? അദ്ദേഹം കണ്ടെത്തിയ ഗോതമ്പിനങ്ങളാണ് സൊണോറ 64, ലെർമാറോജോ 64. ലെർമാറോജോ 64ഉം സൊറോണ 64ഉം ആണ് നോർമൻ ബോർലോഗ് കണ്ടെത്തിയ ഗോതമ്പിനങ്ങൾ. 1970 അദ്ദേഹത്തിന് സമാധാന നൊബേൽ ലഭിക്കുകയുണ്ടായി. സമാധാന നൊബേൽ 1970. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബുക്കാണ് നോർമൻ ബോർലോഗ് വേൾഡ് ഓൺ ഹങ്കർ. നോർമൻ ബോർലോഗ് വേൾഡ് ഓൺ ഹങ്കർ എന്ന പുസ്തകം നോർമൻ ബോർലോഗിൻ്റെത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ്. അതുപോലെ വില്യം ഗാഡ് ഈ ഹരിത വിപ്ലവം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ്? വില്യം ഗാഡാണ്. ഇദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ് ഏജൻസി ഫോർ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് USAID യുണൈറ്റഡ് സ്റ്റേറ്റ് ഏജൻസി ഫോർ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റിൻ്റെ തലവനായിരുന്നു. ആര്? വില്യം ഗാഡ്. വില്യം ഗാഡാണ് ഹരിത വിപ്ലവം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അങ്ങനെ 1940 നോർമൻ ബോർലോഗ് അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങൾ കണ്ടെത്തുന്നു. മെക്സിക്കോയിലാണ്. അവിടെ യന്ത്രവൽക്കരണത്തിൻ്റെ വർധനവ് ഉണ്ടാവുന്നു. അങ്ങനെ ഗോതമ്പ് കയറ്റുമതിയിൽ മെക്സിക്കോ 1-ാം സ്ഥാനത്തേക്ക് എത്തുന്നു. അവിടെ ഒരുപാട് ഫണ്ടുകളൊക്കെ ലഭിക്കുന്നു. ഈ ഫണ്ടുകളൊക്കെ ഉപയോഗിച്ച് ഒരു ഇംപ്രൂവ്മെൻറ്റ് സെൻറ്റേഴ്സും ഈ ഹരിത വിപ്ലവത്തിന് വേണ്ടിയിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ് സെൻറ്റേഴ്സ്, ഇൻ്റർനാഷണൽ മെയ്സ് ആൻഡ് വീറ്റ് ഇംപ്രൂവ്മെൻറ്റ് സെൻറ്റർ മെക്സിക്കോയിൽ ആരംഭിച്ചു. പക്ഷേ ആ സമയത്തെല്ലാം ഇന്ത്യയിൽ വൻ ക്ഷാമമായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഉടലെടുക്കാൻ വേണ്ടി ഉള്ള കാരണമായിട്ട് വരുന്നത് ഈ ഒരു ഭക്ഷ്യക്ഷാമം തന്നെയാണ്. അതായത് 1ഉം 2ഉം പഞ്ചവത്സര പദ്ധതി സമയങ്ങളിലെല്ലാം ഇതെല്ലാം കാർഷിക മേഖലയെ ഉന്നം വെച്ചിട്ടും ഭക്ഷ്യ ദൗർലഭ്യം പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ കാർഷിക മേഖലയുടെ പുരോഗതിയും ഭക്ഷ്യ സ്വയം പര്യാപ്തതയും ഒന്നും പുരോഗമനമില്ലാത്തത് കാരണം 1960 മുതൽ 70 വരെയുള്ള 1-ാം കാലഘട്ടത്തിലും 70 മുതൽ 80 വരെയുള്ള 2-ാം കാലഘട്ടത്തിലുമായി ഇന്ത്യയിൽ കാർഷിക രംഗത്ത് ഹരിത വിപ്ലവം വരികയാണ്. 1960 to 1970 വരെയാണ് 1-ാം കാലഘട്ടം ഹരിത വിപ്ലവത്തിൻ്റെ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ 1-ാം കാലഘട്ടം 1960 മുതൽ 70 വരെയാണ്. SCERT ഫാക്റ്റാണ്. അതുപോലെ 1970 മുതൽ 80 വരെയാണ് 2-ാം കാലഘട്ടം. അങ്ങനെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവയെല്ലാം ഉപയോഗപ്പെടുത്തി കാർഷിക മേഖലയിൽ ഗണ്യമായ പുരോഗതി ഇന്ത്യയിലേക്ക് വരികയാണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവം
അപ്പോൾ ഹരിത വിപ്ലവത്തിലൂടെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നെല്ല്, ഗോതമ്പ് എന്നിവയുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാനും അതുപോലെ വിദേശ ആശ്രയത്വം ഇല്ലാതാക്കുവാനും സാധിച്ചു. ഈ ഹരിത വിപ്ലവം ഇന്ത്യയിൽ വന്നതോട് കൂടിയിട്ട് ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ, ഏതൊക്കെ നെല്ല്, ഗോതമ്പ് എന്നീ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഉൽപ്പാദനത്തിൽ ഒരു സ്വയം പര്യാപ്തത കൈവരിക്കുവാനും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കുവാനും ഒക്കെ നമുക്ക് സാധിച്ചു. കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ഉള്ളത്, സി സുബ്രഹ്മണ്യനായിരുന്നു നമ്മളുടെ ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്ത് കേന്ദ്രമന്ത്രി. ഏകദേശം 1965 ആ ഒരു സമയത്ത് സി സുബ്രഹ്മണ്യനായിരുന്നു ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്ത് കേന്ദ്രമന്ത്രിയായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സി സുബ്രഹ്മണ്യൻ്റെ ഉപദേശകനായിരുന്നു MS സ്വാമിനാഥൻ. MS സ്വാമിനാഥനാണ് മെക്സിക്കോയിൽ ഇങ്ങനെ ഹരിത വിപ്ലവം നടന്നതും അവിടെ ഗോതമ്പ് ഉൽപ്പാദനം വർദ്ധിച്ചതും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ നോർമൻ ബോർലോഗിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് സി സുബ്രഹ്മണ്യനോട് ആവശ്യപ്പെടുകയാണ്. നോർമൻ ബോർലോഗിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുക എന്ന് MS സ്വാമിനാഥൻ്റെ ആവശ്യം മുന്നോട്ട് വെച്ചു. അങ്ങനെ നോർമൻ ബോർലോഗിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. പിന്നീട് അവിടെ പഞ്ചാബ് കേന്ദ്രീകരിച്ച് ബോർലോഗ് എന്ത് ചെയ്തു? ഇന്ത്യയിൽ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു. അങ്ങനെ പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിലേക്ക് ഗോതമ്പിൻ്റെ വർധനവ് നന്നായി ഉണ്ടായി. അതായത് നാണ്യവിളയായിട്ടുള്ള കരിമ്പും പിന്നെ ഭക്ഷ്യവിളയായിട്ടുള്ള ഗോതമ്പുമായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് ഈ ഹരിത വിപ്ലവത്തിൻ്റെ റിസൾട്ടായിട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇന്ത്യക്ക് ഇതിന് വേണ്ടുന്ന വിത്തുകളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്റർനാഷണൽ മെയ്സ് ആൻഡ് വീറ്റ് ഇംപ്രൂവ്മെൻറ്റ് സെൻറ്റർ മെക്സിക്കോയിൽ ആരംഭിച്ചിരുന്നു എന്ന്. അവരാണ് എന്ത് ചെയ്തത്? നമുക്ക് വിത്തുകളൊക്കെ തന്നത്. അങ്ങനെ ഭക്ഷ്യവിളയായിട്ടുള്ള ഗോതമ്പും നാണ്യവിളയായിട്ടുള്ള കരിമ്പിൻ്റെയും ഉൽപ്പാദനം കൂടി. ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. NCERT ഫാക്റ്റാണ്. ഭക്ഷ്യക്ഷാമം ഇല്ലാതെയായി, ഉൽപ്പാദനം വർദ്ധിച്ചു. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഭക്ഷ്യധാന്യ ശേഖരത്തിൽ നിന്നും പൊതുവിതരണ സംവിധാനത്തിലൂടെ കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യം വിതരണം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. ഗവൺമെൻറ്റിൻ്റെ ഭക്ഷ്യധാന്യ ശേഖരത്തിൽ നിന്നും പൊതുവിതരണ സംവിധാനത്തിലൂടെ കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുവാൻ വേണ്ടി സാധിച്ചു. കൃഷിയോഗ്യമായ സ്ഥലത്തിൻ്റെ അളവ് വർദ്ധിച്ചു. ഹരിത വിപ്ലവത്തിലൂടെ ഇന്ത്യ ഭക്ഷ്യരംഗത്ത് സ്വയം പര്യാപ്തത കൈവരിച്ചു. സ്വന്തം ഉപഭോഗത്തിന് അതീതമായിട്ട് വിപണിയിൽ വിൽക്കുന്നതിനുള്ള വിപണന മിച്ചം നേടിയെടുക്കുന്നതിനും കർഷകർക്ക് സാധിച്ചു. സ്വന്തം ആവശ്യത്തിന് ശേഷം മിച്ചം വന്ന കാര്യങ്ങൾ വിപണിയിൽ വിൽക്കാൻ വേണ്ടിയിട്ടും കർഷകർക്ക് സാധിച്ചു. മറ്റ് ഉപഭോഗ വസ്തുക്കളെ അപേക്ഷിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെയാണ് ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളായി കണക്കാക്കുന്നത്. ഏതൊരു നേട്ടമാണെങ്കിലും അതിലും കുറേ പോരായ്മകളും ഉണ്ടായിരിക്കും. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്? അതായത് ഹരിത വിപ്ലവം മുഖേന വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ഹരിത വിപ്ലവത്തിൻ്റെ ഗുണം കൂടുതൽ ലഭിച്ചത് ധനിക കർഷകർക്കായിരുന്നു. ഹരിത വിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടം ചില സംസ്ഥാനങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിന്നു. നമ്മൾ പറഞ്ഞു പഞ്ചാബ്, ഹരിയാന ആ ഭാഗത്തൊക്കെയായിരുന്നു കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നത്. ഹരിത വിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടം ചില സംസ്ഥാനങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിന്നു. അതുപോലെ കാർഷിക വായ്പകളുടെ ആവശ്യകത കൂടി. പാവപ്പെട്ട കർഷകരുടെ ജീവിത നിലവാരത്തിൽ മാറ്റമുണ്ടാക്കാൻ സാധിച്ചില്ല. യന്ത്രവൽക്കരണം തൊഴിൽ നഷ്ടമുണ്ടാക്കി. ഭക്ഷ്യവിളകളിൽ ഗോതമ്പിന് മാത്രമായിരുന്നു ഹരിത വിപ്ലവത്തിൻ്റെ ഫലം ലഭിച്ചത്. അതുകൊണ്ടാണ് ഇതിനെ വീറ്റ് റവല്യൂഷൻ എന്നും കൂടി അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ പോരായ്മകളും അതുപോലെ നേട്ടങ്ങളും പറഞ്ഞു. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതായിരുന്നു? വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു എന്ന പോയിന്റാണ് ഉൾപ്പെടാത്തത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാരാ? നോർമൻ ബോർലോഗ്, അല്ലേ? ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോയാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ MP സിംഗ് ആണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാ? നോർമൻ ബോർലോഗ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? MS സ്വാമിനാഥൻ. മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ. ഓക്കെ, അദ്ദേഹത്തിന് 2024 എന്ത് ലഭിച്ചു? ഭാരതരത്ന ലഭിച്ചു. അതുപോലെ മരണപ്പെട്ടത് കൊണ്ട് കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ നോക്കി വെക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് എന്തായിരുന്നു? ഹരിത വിപ്ലവ കാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പ് ഇനങ്ങൾ ഏതൊക്കെയാണ്? കല്യാൺ സോന, സോനാലിക. മറ്റു കുറച്ച് വിപ്ലവങ്ങൾ നോക്കാം. ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാല്, അല്ലേ? നീല വിപ്ലവം മത്സ്യം,
പിങ്ക് ആണെങ്കിലോ മാംസം, ഉള്ളി എന്നിവയൊക്കെയായി ബന്ധപ്പെട്ട്. കറുത്ത വിപ്ലവമാണെങ്കിൽ പെട്രോളിയം, കൽക്കരി. പീത വിപ്ലവം അല്ലെങ്കിൽ മഞ്ഞ വിപ്ലവമൊക്കെ എന്താണ്? എണ്ണക്കുരുവാണ്, എണ്ണക്കുരു. സുവർണ വിപ്ലവം പഴം, പച്ചക്കറി, തേനും ഉണ്ട്, തേൻ. ഈ ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യം ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളും പോരായ്മകളും ഒക്കെയാണ്. അത് തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.